ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സൂപ്പർ ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്ന് പറയുന്നത് വെറും 3 കാര്യങ്ങൾ മാത്രം മതി. പാല്, പഞ്ചസാര, മുട്ട. ഈ 3 കാര്യങ്ങളും വെച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ ഒരു 20 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പുഡിംഗ് ആണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 3 മുട്ട മിക്സിയിലോട്ട് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് ഒപ്പം പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അടുത്തത് ഇതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കൊന്നും വേണ്ട, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മിക്സിയിലൊക്കെ അടിച്ചെടുത്ത് ഇങ്ങനെ പതഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ഏലക്ക, ഇത് തികച്ചും ഓപ്ഷണലാണ്, ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ചിലവർക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഒത്തിരി ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്കൊക്കെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏലക്കയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ കുരു മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 300 ml ഉള്ള പാലാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 200 ml മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ അതിൽ ഒരു 1.5 രീതിയിൽ, അതായത് 300 ml എന്ന് കണക്ക് കൂട്ടിയാൽ മതി. അത്രയും പാലെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഈ 3 കാര്യങ്ങളും കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അതോടുകൂടെ നമ്മുടെ ഒരു പുഡിങ്ങിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ഇത് ഒഴിക്കാനുള്ള പരിപാടിക്കാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചായപാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൻ്റെ പിടി ഞാനൊന്ന് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും കേക്കും പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പിടി അങ്ങ് മാറ്റി വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ളത്, നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനകത്ത് അല്പം എണ്ണയോ നെയ്യോ ബട്ടറോ ഒക്കെ ഒന്ന് തടവി കൊടുക്കുക. ഞാനിവിടെ എണ്ണയാണ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തടവി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് നമുക്ക് അല്പം ഇതുപോലത്തെ ഞാനിവിടെ അല്പം പിസ്ത എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണ്ട്. അത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതും കൂടെ ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക. മിക്സ് ചെയ്യൊന്നും വേണ്ട. അതുപോലെ തന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇതൊരു പുഡിംഗ് ആയിട്ട് വരുമ്പം അതിൻ്റെ മേലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാൻ വെക്കണം. അതിന് മുൻപ് നമുക്ക് പാത്രമുണ്ട്, ഇതിനൊരു മൂടിക ഉണ്ടെന്നുണ്ടെങ്കിൽ മൂടിക വെക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. ഹോൾസ് ഇടേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ, കുഴിയുള്ളൊരു പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ച് വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് നമുക്കൊരു സ്റ്റാൻഡോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു സ്റ്റീൽ പാത്രം ഒന്ന് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ആണെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വയർ റാക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പാത്രം ഇതുപോലെ ഇറക്കി വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ. സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു പുഡിംഗ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് ഇതിങ്ങനെ വേവണം. അപ്പോൾ അതിനിടയ്ക്ക് ആ ഒരു മൂടികയ്ക്ക് ഓട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ ഒന്ന് തിരികെ അടച്ചു വെച്ചേക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 20 മിനിറ്റിന് മുന്നേ തന്നെ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഉറപ്പ് പറയുന്നത്. ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പുഡിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തുകൊള്ളുക. പിന്നെ ഇടയ്ക്ക് ഇതിനകത്തുള്ള വെള്ളം വറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഒത്തിരി വറ്റുവാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്കർ വെച്ചൊന്ന് കുത്തിയിട്ടൊന്ന് എടുത്ത് നോക്കുക. അത് ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നെങ്കിൽ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്കിതൊരു കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ മാറ്റി വയ്ക്കാം. അതിപ്പോൾ ചൂടൊക്കെ ആറട്ടെ. ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വേണമെങ്കിൽ വെക്കാം. ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഞാനിത് ചൂടാറി ഉടനെ തന്നെ ഇത് മറിച്ച് ഒരു പാത്രത്തിലോട്ട് ഒന്ന് തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി കൈ വെച്ചിട്ട് ചെറുതായിട്ട് ആ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ അരുവൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കമിഴ്ത്തി എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ എക്സ്ട്രാ വെള്ളം എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പതുക്കെ ഒന്ന് മാറ്റി ഒന്ന് എടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ വെള്ളം വരും നമ്മുടെ പാത്രത്തിൻ്റെ ആ ഒരു കറക്റ്റ് മൂടിക അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അല്പം പിസ്ത, കശുവണ്ടി അതൊക്കെ ഒന്ന് മേലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയം ഞാൻ നിങ്ങൾക്കൊരു ചാനലൊന്ന് പരിചയപ്പെടുത്താണ്. ടേസ്റ്റ് ഓഫ് ആൽബൂസ് എന്നാണ് ചാനലിൻ്റെ പേര്. ഒരു കുക്കിംഗ് ചാനലാണ്. നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഇടുന്ന ഒരു ചാനലാണ്. എല്ലാവരും ഒന്ന് പോയി കാണുക. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ.
അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഒരു പുഡിങ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. വളരെ എന്താ പറയുക, അലുവ കഷ്ണം മുറിച്ചെടുക്കുന്നത് പോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഉള്ളൊക്കെ നോക്കിക്കേ, നല്ല സൂപ്പർ ആയിട്ടുള്ള സോഫ്റ്റ് ആണെന്നത് കണ്ടാൽ തന്നെ അറിയാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതാ നോക്കിക്കേ, ഞാൻ സ്പൂണൊന്ന് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക ഊർന്നിറങ്ങുന്നുണ്ട്, അത്രയും സോഫ്റ്റാണ്. മധുരം 1/2 കപ്പ് കറക്റ്റായിരുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി അതുമല്ല ഒരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ആ മിക്സിയിൽ ബാറ്റർ അടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല സൂപ്പറായിട്ടുള്ള ഒരു കളറിൽ കിട്ടും. സാധാരണ മിൽക്ക് പുഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വെളുത്ത വൈറ്റ് കളറിലാണ് ഇരിക്കുക. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ. ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.